നേരെ ചന്ദ്രോത്തേക്ക് ചെന്ന് ഒരു സീൻ ഉണ്ടാക്കാം. നീ പറഞ്ഞതൊക്കെ സത്യമാണോ? കൊന്നൊന്നും ആരെങ്കിലും കള്ളം പറയോ? തെറ്റ് ചെയ്തവൻ ആരായാലും ശിക്ഷിക്കപ്പെടണം. MLA ഭർത്താവായാലും MLA ആയാലും. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ സുഗമോദേവി പുതിയ പ്രമോലെ നമ്മുടെ ഇസബെല്ല അറിഞ്ഞു നന്ദൻ അവിടെ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തി എന്ന കാര്യം. അങ്ങനെ തന്നെ നമ്മുടെ ഇസബെല്ല കെവിന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, നമുക്ക് ചന്ദ്രോത്ത് ചെന്ന് ഒരു അടിപൊളി സീൻ ഉണ്ടാക്കണം, എല്ലാവരും ഞെട്ടത്തക്ക രീതിയിലായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്യുവാണ്. അപ്പൊ നമ്മുടെ കെവിൻ പ്രത്യേകിച്ച് ഒന്നും മറുപടി പറയുന്നില്ല കേട്ടോ. അപ്പുറത്ത് നമ്മുടെ സിദ്ധാർത്ഥൻ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല നന്ദന്റെ കയ്യിൽ നിന്നും ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന്. അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥൻ ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുവാണ്, നന്ദ നീ പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നന്ദൻ പറയുന്നുണ്ട്, എന്റെ പൊന്നച്ച കൊന്നെന്ന് ആരെങ്കിലും കള്ളം പറയോ എന്നിങ്ങനെ പറയുക. അപ്പുറത്ത് നമ്മുടെ ദേവികയാണെങ്കിൽ ചന്ദ്രമതിയെ കണ്ട് ഈ കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ദേവിക പറയുന്നുണ്ട്, ചെയ്തത് തെറ്റാണെങ്കിൽ ആരായാലും ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം എന്ന് പറയുന്നുണ്ട്. കുറ്റം ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം, അതിപ്പോ MLA ഭർത്താവായാലും MLA ആയാലും എന്നിങ്ങനെ പറയുകയാണ്. അപ്പൊ എന്തായാലും നന്ദൻ ഏകദേശം ജയിലിൽ പോകും എന്നുള്ളൊരു ധാരണയായി നമ്മൾ പ്രേക്ഷകർക്കല്ലേ. ഇനി ആരാണ് നന്ദൻ അവിടെ രക്ഷകനായിട്ട് വരിക എന്നുള്ളത് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. കാത്തിരിക്കാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.